ശ്രീരാമശരണം സമസ്തജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലൻ രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവതാര കാര്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചു വെച്ചത്. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാൻ ഭരണ നിപുണനാം കൈകേയി തനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാ തനയന് ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജനും നാമധേയവും 4 പേർക്കും വിധിച്ചു. ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. ഇനി അവരുടെ ലേശം ഒന്നിങ്ങനെ ബാലലീല ഈ കൃഷ്ണ ഇതിനെ പറയണ പോലെയൊന്നും പറയണില്ല, അങ്ങനെ സൂചിപ്പിച്ച് പോവുക. സമോദം ബാലക്രീഡ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസംശാനുസാരവശാൽ. ഇവിടെ രാമനും ലക്ഷ്മണനുമാണ് ഒരുമിച്ച് നടന്നത്. ശരിക്കും ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനുമാണ് സുമിത്ര തനയന്മാർ, അല്ല അങ്ങനെയാണല്ലോ വരിക. പക്ഷേ രാമനും ലക്ഷ്മണനുമാണ് ഒരുമിച്ച് നടന്നത് എപ്പോഴും. ഭരതനും ശത്രുഘ്നനും അത് പായസത്തിൻ്റെ ഓരോ അംശം കൊടുത്തത് കൊണ്ടാണ്. ഓരോ അംശം കൂടിയിട്ടാണല്ലോ കൊടുത്തത് സുമിത്രയ്ക്ക്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അംശം എന്ന നിലയ്ക്ക് ഒരംശം കൗസല്യാണ് ഭക്ഷിച്ചത്, ഒരംശമാണ് സുമിത്രയ്ക്ക് കൊടുത്തത്. അപ്പോൾ രാമൻ കൗസല്യാപുത്രനും ലക്ഷ്മണൻ സുമിത്രാപുത്രനുമാണ്. അപ്പോൾ അവരൊരുമിച്ച് വന്നു. അതേപോലെ തന്നെ കൈകേയിയിൽ ഭരതനും. അതിലത്തെ ഒരു ഭാഗമാണ് ആർക്ക് കിട്ടിയത്? ശത്രുഘ്നൻ എന്ന് ജനിച്ചത്. അപ്പം അതുകൊണ്ട് ശത്രുഘ്നനും ഭരതനും ഒരുമിച്ച് നടക്കും, രാമനും ലക്ഷ്മണനും ഒരുമിച്ചും നടന്നു. അങ്ങനെ കുറച്ചങ്ങനെ കഴിഞ്ഞു. ഉപനയനം, മറ്റ് സംസ്കാരങ്ങൾ, വിദ്യ അഭ്യസിക്കുക മുതലായിട്ടതൊക്കെ ചെയ്യണം. വസിഷ്ഠൻ അതൊക്കെ ചെയ്തു. അവിടെ കൂട്ടത്തിൽ പറയണ വസിഷ്ഠൻ്റെ ഒരു ഭാഗ്യം, ഈ ഭഗവാനെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വിദ്യ അഭ്യസിക്കാനുമുള്ള ഭാഗ്യം എന്തുമാത്രം വസിഷ്ഠൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, ഞാൻ ആചാര്യനാണ് എന്ന് കേവലം സ്ഥാനം കൊണ്ട് മാത്രം. രാമ, അങ്ങ് ഈശ്വരനല്ലേ, അങ്ങേക്ക് എന്തെങ്കിലും ഉപദേശിക്കാൻ ആർക്കാ ഇവിടെ അർഹത? ഭഗവാന് ഉപദേശങ്ങൾ ആവശ്യമുണ്ടോ ശരിക്ക്? എങ്കിലും അങ്ങയെ ഒന്ന് എന്താ പറയുക, പൗരോഹിത്യ സ്ഥാനം വഹിച്ച് ഗുരുസ്ഥാനത്താവാമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ഗുരുനാഥനായതാണ്. പൗരോഹിത്യം എന്ന് പറയുന്നതൊരു നല്ല കാര്യമല്ലാത്രേ. ദക്ഷിണ വാങ്ങിയ ആ കർമ്മത്തിൻ്റെ ദോഷമൊക്കെ ഈ പുരോഹിതനാണുള്ളത്. ചെയ്തവർക്കല്ല ദോഷം, ചെയ്യിച്ചവർക്കാ ദോഷം. അപ്പം അതുകൊണ്ട് ഞാൻ സ്വതവേ ഇഷ്ടപ്പെടുത്തിട്ടല്ല. പക്ഷേ അങ്ങുണ്ടവിടെ രാമനായിട്ട് അവതരിക്കും എന്ന് രാമകുമാരൻ്റെ ഗുരുനാഥനാവുക എന്ന് പറഞ്ഞാൽ അതിനും ഉണ്ടല്ലോ ഒരു ഭാഗ്യം. കുചേല വൃത്തത്തിൽ കുചേലൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. കൃഷ്ണ, അങ്ങേക്ക് സാന്ദീപനിയുടെ അവിടെ പോയിട്ട് ഈ എന്ന് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ശരിക്ക് ഉണ്ടോ? അങ്ങേക്കല്ല അപ്പം അതിൻ്റെ പ്രയോജനം ശരിക്ക് കിട്ടിയത്. അദ്ദേഹം പറയുകയാണ്, ആ ഗുരുനാഥന് പറയാം ഞാൻ കൃഷ്ണൻ്റെ ഗുരുനാഥനാണ്, എനിക്ക് പറയാം ഞാൻ കൃഷ്ണൻ്റെ സഹപാഠിയാണ് കുചേലൻ, ഞാൻ കൃഷ്ണൻ്റെ കൂടെ പഠിച്ച ആളാണ്, ഞാൻ കൃഷ്ണനെ പഠിപ്പിച്ച ഗുരുനാഥനാണ്. അപ്പോൾ ആർക്കാ അതിൻ്റെ അഭിമാനം? പഠിപ്പിച്ചവർക്ക്, കൂടെ നടന്നവർക്ക്. ആ അങ്ങേക്ക് ഇപ്പം എങ്ങനെ പഠിച്ചിട്ട് വല്ലതും ഉണ്ടോ എന്നൊരു ചോദ്യം. അപ്പം അതുപോലെ ഇവിടെ വേദം കാര്യങ്ങളതൊക്കെ ഇവിടെ ഒക്കെ പഠിപ്പിച്ചോ, ഒക്കെ നന്നായിട്ടങ്ങനെ ആ ബാല്യം കൗമാരം മുതലായിട്ടതൊക്കെ. ക്ഷത്രിയന്മാരാകുമ്പോൾ കുറച്ച് എന്തുണ്ടാവണം, നായാട്ട് കാട്ടതൊക്കെ പോവാതൊക്കെ വേണമല്ലോ. അങ്ങനെ ആ പല ദുഷ്ടമൃഗങ്ങളെ കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ
ഹരിണഹരി കരി കരടി കടി കിരിഹരി ശാർദൂലാദികൾ അമിതവന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ച് വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. രാജാവിന് 4-5 തരത്തിലുള്ള വിഷമത്തിൽ നിന്ന് പ്രജകളെ രക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടായിട്ട് ഒന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ്. കാപ്പാട്ട ജീവി സ്നേഹം പറഞ്ഞ് നടക്കുക. അപ്പോൾ ഈ റോട്ടിൽ കൂടെ നടക്കണ ശ്വാക്കളെ കൊണ്ട് എന്ത് ഗുണമുള്ളത് ആലോചിച്ച് നോക്കും. വല്ല ഗുണമുണ്ടോ ഈ ലോകത്തിൽ? ആളുകളെ കടിച്ചിട്ട് ദയനീയമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുക. ദയനീയ പ്രശ്നമാണ്. ചെറിയ പ്രശ്നമാണോ? ഷാവ് കടിച്ച് പേളകിയ ഇപ്പോൾ പറയണു അതിനെ കൊന്നാൽ കുറ്റാണ്, അതിനെ കൊന്നാൽ പാപമാണ്. വലിയ പാപം നോക്കണവരല്ലേ ഇപ്പോൾ ഇവർ കയറിൽ കഴുത്ത് കെട്ടി ആരെയും കൊല്ലാനും മടിയില്ലാത്ത പ്രവൃത്തികൾ പലരും ചെയ്യണമുണ്ട്. അതൊന്നും പാപമല്ല. അപ്പം അങ്ങനെയല്ല രാജാവ് വേണ്ടത്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ കൊടുത്താൽ അവരെ കൊന്നിട്ടേ കഴിയുമെങ്കിൽ നിർദ്ദയം കൊല്ലുന്ന വേണം. പുലി ആളെ പിടിച്ച് കൊന്നു, കണ്ടും കൊണ്ട് നിൽക്കുക പുലിയുടെ ഭംഗി ചെയ്യേണ്ടത്. അതാണോ ജീവി സ്നേഹം? അതൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ അവിടെ ദയൊന്നും വേണ്ട. അവിടെ ക്രൂരത തന്നെയാണ് ആ രാജാക്കന്മാർ അവരോട് കാണിക്കുന്നത്. അത് മനുഷ്യനോട് കാണിക്കുന്ന ദയയാണ്. മനുഷ്യനോട് ദയ കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഈ മൃഗങ്ങളെ നിഷ്കരുണം കൊല്ലണം. അയ്യോ പാവം വിചാരിച്ചിരുന്നാൽ പറ്റുമോ? അപ്പോൾ അതൊക്കെ ഇവിടെ കാണിക്കണു. കള്ളന്മാരിൽ നിന്ന് രക്ഷ നൽകലാണ് 2ാമത്തെ കാര്യം. ക്ഷാമം മുതലായിട്ട് ദാരിദ്ര്യം വരാതിരിക്കലാണ് 3ാമത്തെ കാര്യം. വെള്ളപ്പൊക്കം മുതലായിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ രക്ഷിക്കലാണ് അടുത്ത കാര്യം. അങ്ങനെ 4-5 കാര്യങ്ങൾ രാജാവിന് ധർമ്മം പറയുന്നിടത്ത് ഒന്നാണ് വന്യമൃഗങ്ങളിൽ നിന്ന്. എത്ര ആന ചവിട്ടിക്കൊന്നു, പുലി കൊന്നു, പശുവിനെ എന്തൊക്കെ കേൾക്കണു നമ്മൾ. കപട ജീവി സ്നേഹം കാരണം അത് പറയലാട്ടോ. സ്നേഹമൊന്നും അവർ പറയണവർക്കില്ല. അതിന് വേണ്ട നടപടികൾ എടുക്കാനുള്ള കൊള്ളരുതായ്മ. ശ്വാക്കളെ കൊല്ലാനുള്ള ആൾക്കാരില്ല എന്നും പറഞ്ഞ് ഒഴിവാവുക. വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കില്ലേ? അതിനുള്ള നടപടികൾ എടുക്കണം. നിഷ്കരണം കൊല്ലണം. അല്ലെങ്കിൽ ആർക്കാ കൊല്ലാൻ വയ്ക്കച്ചാൽ കൊന്നോളം അധികാരം കൊടുക്കണം. കേസില്ല എന്ന് പറയണം. വളർത്തും നായ അല്ലാത്തത് നായ കൊല്ലണം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സ്നേഹമുള്ള ജീവിയാണ് അല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. വളർത്തുനായക്കൾ അല്ലാത്തവയെ നിഷ്കരണം വധിക്കണം. കേസില്ല എന്ന് പ്രഖ്യാപിച്ചൂടെ? അതിന് ചിലവൊന്നുമില്ലല്ലോ. അപ്പം എന്തെങ്കിലും വഴി നോക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത ജനങ്ങളുടെ സുരക്ഷിതത്വം നോക്കിയിട്ട് അത് ചെയ്യണം എന്ന് ശാസ്ത്രത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. അത് ഹിംസയല്ല. എന്താണ് ഹിംസ? മനുഷ്യന് ഉപദ്രവമല്ലാത്തതൊക്കെ ഹിംസ. അഹിംസ. മനുഷ്യന് വിഷമുണ്ടാക്കാത്തതൊക്കെയാണല്ലോ അഹിംസ. ഈ ശ്വാക്കളെ ജീവികളെ ഇഷ്ടം പോലെ വളർത്തിയാൽ അത് ഹിംസയാണ് നാം പറയാച്ചാൽ. കാരണം ജനങ്ങൾക്ക് ഉപദ്രവമാണ്. ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് വരുന്നത് എന്തോ അതല്ലേ ഹിംസ. അപ്പോൾ ഈ ജീവികളെ കൊല്ലുന്നത് അഹിംസയില്ല. നമ്മൾ ഭഗവതിവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും സന്തതൻ രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ധർമ്മപാലനത്തിൻ്റെ ഭാഗമാണത്. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം. പ്രകാരം ഒരു സാധാരണക്കാരനെ പോലെയില്ല ധർമ്മങ്ങളും അനുഷ്ഠിച്ചു. മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വികാരമോ സുഖദുഃഖങ്ങളോ സാധാരണ മനുഷ്യൻ്റെ മായാഭാവമോ ഒന്നും തന്നെ ഭഗവാന് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിശ്വാമിത്രൻ്റെ വരവ്. അക്കാലം വിശ്വാമിത്രനാക്കിയ മുനികുലമുഖ്യൻ അയോധ്യയ്ക്കമ്മാരെഴുന്നള്ളീടിനാൻ. രാമനായവനിൽ മായയാ ജനിച്ചൊരു കോമളനായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കൊണ്ടു കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിശ്വാമിത്രനും അറിയാം ആരാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. കൺകുളിർക്കെ അന്ന് കാണാലോ. ഈശ്വരാവതാരത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് താടക മാരീചൻ സുബാഹു ഇവരുടെ ഉപദ്രവത്തെ അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയോധ്യയിലേക്ക് ആമാറെഴുന്നള്ളിയിടിനാൻ. വിശ്വാമിത്രൻ്റെ തപസ്സിനെ പറ്റിയിട്ടൊക്കെ ശ്രീരാമായണത്തിൽ ഒരുപാട് സർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മർഷി പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്ത തപസ് ഉഗ്ര ഘോര തപസ്സാണ്.
ചെറിയ തപസ്സൊന്നുമല്ല, ചക്രവർത്തിയായിരുന്നു. ശരിക്കും വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു എന്നാണ്. ക്ഷത്രിയനായിരുന്നു. വസിഷ്ഠനോട് ഒരു ഘട്ടത്തിൽ തോറ്റു. കാമധേനുവിനെ പിടിച്ചാണ്ട് കൊണ്ടുപോയി രാജാവല്ലേ വിശ്വാമിത്രൻ, അപ്പോൾ രാജാവായിരുന്നു. പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വസിഷ്ഠൻ തടഞ്ഞു, യുദ്ധം ഉണ്ടായി. കൊണ്ടുപോകാൻ പറ്റിയില്ല, കാമധേനുവിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. തൊപ്പിയിട്ടു. കാരണം കാമധേനുവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭയങ്കരമായ രൂപങ്ങൾ, സൈന്യ സംഘങ്ങൾ വിശ്വാമിത്രൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചു. കാമധേനുവിന് അങ്ങനെ ശക്തികൾ വലതുണ്ട്, സാധാരണ പശുവില്ലല്ലോ. അപ്പം വിശ്വാമിത്രന് മനസ്സിലായി ഇത്രേ തപശക്തി തന്നെയാണ് ലോകത്തിൽ വലുത്. കിരീടവും ചെങ്കോലും ഒക്കെ എന്ത് കാര്യം അഴിച്ചാണ്ട് വെച്ചു. ഇനി തനിക്കൊരു ബ്രഹ്മർഷിയാവാൻ പറ്റുമോ നോക്കിയിട്ട് തന്നെ വേറെ കാര്യം. പിന്നെ കഠിന തപസ്സും ഒരുപാട് സംഭവങ്ങളും മേനക രംഭ ഇവരൊക്കെ മുടക്കണതായിട്ട് വളരെ പറഞ്ഞിട്ട് ഒടുവിൽ ബ്രഹ്മർഷി പ്രാപ്തിക്ക് പകരം രാജർഷി പ്രാപ്തി കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് ബ്രഹ്മർഷി പ്രാപ്തി വേണം. അവരമ്മ പറഞ്ഞു അതിനായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനിയും ദിവസം ഈ തന്നെ ഒടുവിൽ ബ്രഹ്മർഷി പദം പിടിച്ചു വാങ്ങിയ ആളാണ് വിശ്വാമിത്രൻ. ചില്ലറക്കാരനൊന്നുമല്ല. വേഗം അങ്ങനത്തെ ഒരാൾ വന്നാൽ എന്താ ഉണ്ടാവുക അവിടെ? ആകെ സംഭ്രമം. ആശുസംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ. നല്ല തപസ്വികളൊക്കെയാണ്. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ സർവ്വ മംഗളങ്ങളും ഉണ്ടാവും. കോപിച്ചു കഴിഞ്ഞാൽ അവിടെ സർവ്വ അപകടങ്ങളും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ ഭക്തിയോട് കൂടിയിട്ട് വേണ്ട പൂജ, സ്വീകരണം, കാല് കഴിക്കൽ മുതലായിട്ടതെല്ലാം അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്ത് വിശ്വാമിത്രനെ സ്വീകരിക്കുകയാണ്. ആത്മജന്മവും ഇന്നു വന്നിതു സഫലമായി. ശരഥൻ പറയുകയാണ്, ഈശ്വര അങ്ങേപോലെയുള്ള മഹാന്മാരൊക്കെ ഇവിടെ വന്നാൽ ഇനി ഈ കൊട്ടാരത്തിന് നന്നാവാൻ വേറെ എന്താണ് മഹർഷിയെ വേണ്ടത്? തിന്തിരുവടി എഴുന്നള്ളിയ മൂലം അന്തരാത്മാവ്യായത് ജ്ഞാനികതപോനിധേ. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ എന്തൊരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്തെങ്കിലും ശേഷിച്ച സങ്കല്പമോ ആവശ്യമോ ആഗ്രഹമോ ഞാൻ അങ്ങേക്ക് വേണ്ടി നിറവേറ്റി തരേണ്ടതുണ്ടോ? മടി കൂടാതെ എന്നോട് പറഞ്ഞാലും പറയേണ്ട താമസത്തിൽ തീർച്ചയായിട്ടും രാജാവായ ഞാനത് ചെയ്തു തരും. അർദ്ധശങ്കയ്ക്ക് അവകാശമില്ലാത്ത വിധം ചോദിച്ചോളൂ. പറഞ്ഞ താമസം വിശ്വാമിത്രൻ പറഞ്ഞ കേട്ടപ്പോൾ ദശരഥന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനയക്കേണം. എൻ്റെ യാഗങ്ങളും സൽക്കർമ്മങ്ങളും മുടക്കാൻ മാരീചൻ സുബാഹു അവരെ വധിക്കാൻ ആർക്കും തന്നെ കഴിയാണ്ട് വന്നിരിക്കുന്നു. ശക്തന്മാരും പ്രബലന്മാരും ആയത് നിമിത്തം രാമകുമാരന് ആണെങ്കിൽ അത് സാധിക്കും. അതുകൊണ്ട് ഹേ മഹീപതേ രാജൻ, രാമകുമാരനെ എനിക്ക് വിട്ടുതരണം. ഈ കാര്യത്തിനായി കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് നിനക്ക് അത് കാരണം ഒരുപാട് നന്മ വരും. രാജാവിനോട് പറയണം, നല്ലത് വന്നിടുക നിനക്കു മഹീപതേ. നിനക്കെന്നൊക്കെ മഹർഷിക്ക് പറയാലോ, രാജാവിനോടും. മഹർഷിയാണ് വലുത്, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രാജാവിനോട് അങ്ങെന്നൊക്കെ പറയുക. പക്ഷെ അവിടെ മഹർഷി തന്നെയാണ് ഒരു പടി മീതെ രാജാവ് അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും വേണം കൂടെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നങ്ങനെ പറഞ്ഞതോടു കൂടിയിട്ട് വളരെയേറെ സംഭ്രമം ദശരഥനുണ്ടായി. ഈശ്വര, വളരെ കാലം ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടികൾ ചത്വാരോ അമരതുല്യാത്തേ തേഷാൻ രാമോദിവല്ലഭ, ദേവന്മാർക്ക് തുല്യമായിട്ടുള്ള കുട്ടികളാണവർ. അപ്പം അതുകൊണ്ട് എങ്ങനെ ഞാൻ ഇവർ പിരിയും? ഈ കുട്ടികളെ പിരിഞ്ഞു കഴിഞ്ഞാൽ തക്ഷണം ഞാൻ മരിക്കും. അങ്ങനെ തന്നെ ഉണ്ടാവണതും അല്ലേ? പിരിഞ്ഞാന്ന് പറഞ്ഞാൽ വനവാസകാലത്ത് പിരിഞ്ഞപ്പോഴേ ഉണ്ടായുള്ളൂ. ഇപ്പം പിന്നെ വീണ്ടും ഘടന വരുന്നുള്ളത് കൊണ്ട് ഇപ്പം മരണം ഉണ്ടായില്ല. പക്ഷേ വളരെ കാലം പിരിഞ്ഞാൽ ഞാൻ മരിക്കും എന്നത് പറഞ്ഞത് ശരിയാവും ചെയ്യേണ്ട തീർച്ചയായിട്ടും. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നങ്ങനെ പറഞ്ഞു. അതേ സമയത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ, വിശ്വാമിത്രന് നല്ല കോപമുള്ള ആളാണ്. ഈ കുലം മുഴുവനും നശിക്കുകയും ചെയ്യും. രഘുകുല യാദവകുല ഇക്ഷ്വാകു വംശത്തെ മുഴുവനും ശപിച്ച് ഭസ്മാക്കാൻ കഴിവുള്ള ആളും ആണ്.
അതുകൊണ്ട് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? വസിഷ്ഠേണ തകാമന്ദേതാം യതിരോചസേ പപ്രച്ച ഗുരുമേകാന്തേ രാജാ ചിന്താപരായണ. കൊടുക്കില്ല എന്നും പറയുകയ്യ, കൊടുക്കാനൊട്ട് മനസ്സുമില്ല. തനിക്കത് താങ്ങാൻ വയ്യ രാമകുമാരനുമായിട്ടുള്ള വിരഹം. അതുകൊണ്ട് ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനോട് ചോദിച്ചപ്പോൾ വസിഷ്ഠൻ ആ തത്വത്തെ പറഞ്ഞു. കൃഷ്ണുരാജൻ ദേവഗുഹ്യം ഗോപനീയം പ്രയത്നത രാമോ ന മാനുഷോ ജാത പരമാത്മാ സനാതന. പരമാത്മാവും സനാതനവുമായിട്ടുള്ള ബ്രഹ്മമാണ് അങ്ങയുടെ പുത്രൻ. ഇലാളിച്ച് കൊണ്ടു നിർത്തുന്നത് അങ്ങയുടെ പുത്രനാണെന്ന് അങ്ങ് വിചാരിക്കണ്ടല്ലോ. അങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ലത്. പിന്നെ ആരാ? ഭൂമിഭാരാവതാരായ ബ്രഹ്മണ പ്രാർത്ഥിതപുര. ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ട് ഇതാ സാക്ഷാൽ മഹാവിഷ്ണു ഇവിടെ വന്നിരിക്കുകയാണ്. തന്തു പ്രജാപതി പൂർവ കശ്യപോ ബ്രഹ്മണസുത. ബ്രഹ്മസുതനായിരിക്കുന്ന കശ്യപനാണ് അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ. കൗസല്യാച അതിഥി. കൗസല്യാവട്ടെ അതിഥിയുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാമന് ആ രാക്ഷസന്മാരെ വധിക്കാനുള്ള ശക്തി ഉണ്ടോ എന്ന് സംശയമൊന്നും വേണ്ട. നിഷ്പ്രയാസം വധിക്കും. അങ്ങയുടെ കീർത്തി, രാമകുമാരൻ്റെ കീർത്തി, ഇക്ഷ്വാകുവംശത്തിൻ്റെ കീർത്തി ഈ ലോകത്തിൽ മുഴുവൻ പരക്കും. ഇതുകൊണ്ട് മലയാളത്തിലൊന്നും കൂടി പറഞ്ഞു, കല്യാണം ഇതുകൊണ്ട് വന്നുകൂടും എന്ന്. കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും ആവാം. അതൊരു അനുബന്ധിച്ചിട്ട് മിഥിലയിലേക്ക് പോയിട്ടാണല്ലോ കല്യാണം ഉണ്ടാവുന്നത്. വിവാഹം എന്നും ആവാം, മംഗളം എന്നും ആവാം. കാരണം അസുരന്മാർ വധിക്കപ്പെട്ട മംഗളമാണല്ലോ. കല്യാണം ഇതുകൊണ്ട് കണ്ടുകൂടുന്നും പറഞ്ഞിട്ട് ആ ദേവഗുഹ്യമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് മുഴുവൻ വസിഷ്ഠ മുനി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ചരിത്രങ്ങളും ഈ രാക്ഷസവംശത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ രാമാവതാരം തന്നെ. അപ്പം പിന്നെ എങ്ങനെയാണ് അങ്ങ് തടയുക? ഒട്ടും മടിക്കാതെ കൊടുത്താലും വിശ്വാമിത്രനെ കൊണ്ടുപോകാനായി കൊടുത്താലും ആഹൂയ രാമരാമേതി ലക്ഷ്മണേതി ച സാദരം ആലിംഗ്യമോജ്ഞവഗ്രായ കൗശികായ സമർപ്പയത്. രാമനെയും ലക്ഷ്മണന്മാർ ഈശ്വരനാംശം ആണ് എന്നങ്ങോട്ട് ധരിച്ചപ്പോൾ ഒന്നും കൂടി ഇരട്ടി സ്നേഹമായി ദശരഥന്. ആലിംഗനം ചെയ്ത ഒരു ആലിംഗ്യമോജ്ഞവഗ്രായ ശിരസിൽ ഒക്കെ ഉമ്മ വെച്ച് മുകർന്ന് സമർപ്പയ കൗശികായ വിശ്വാമിത്ര മഹർഷിയെ കൊണ്ടുപോയാലും അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാ അത് എതിർക്കാൻ പറ്റുക? എങ്ങനെ ഞാൻ എതിർക്കും? പുത്രന്മാരെ കൊണ്ടുപോയാലും എന്നങ്ങനെ പറഞ്ഞ് സമർപ്പിച്ചു. ഗൃഹീത്താചാപതൂർണീര ബാണഘട്ടതരോയയോ. ആവനാഴി, വില്ല്, അമ്പം മുതലായ കാട്ടിലേക്ക് ആദ്യത്തെ വനവാസമാണ് കേട്ടോ. ഇനിയൊരു വനവാസം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അഭിഷേകം മുടക്കിയിട്ടാണ് പോണത്. ഇതൊരു വനവാസത്തിനുള്ള പോക്കാണെന്ന് പറയാൻ മനസ്സിലേക്ക് തന്നെയാണല്ലോ പോണത്. അപ്പോൾ എന്തൊക്കെ വേണം? ആവനാഴി, വില്ല്, അമ്പ്, അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉദതൗ ബലാഞ്ചാതി ബലാംബിതേ ദേവനിർമ്മിതേ. പിന്നെ അങ്ങനെ കാട്ടിലേക്ക് പോയതായിട്ട് സമയത്ത് വിശ്വാമിത്രൻ ആദ്യമായിട്ട് ബല, അതിബല മുതലായിട്ടുള്ള 2 മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ബാലകന്മാരെ, നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുത്പിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. എന്തൊക്കെ വിദ്യ പണ്ട് കണ്ടുപിടിച്ചിരിക്കണം. വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള മന്ത്രങ്ങളടക്കം ഉണ്ടല്ലേ. കുറച്ച് പടിഞ്ഞു കിട്ടിയാൽ രക്ഷയുണ്ട്. ഗ്യാസിന് വില കൂടിയാലും അല്ലേ, ഭക്ഷണം കഴിച്ചിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ബലിയും അതിബലിയും പഠിച്ച് കിട്ടിയാലേ അതൊന്നും എളുപ്പ കാര്യമല്ല. നല്ലോണം സാധന ചെയ്തിട്ടുള്ള ആൾ ഉപദേശിക്കണം. ആർക്കാ ഉപദേശിക്കുക? പറയുക ബല അതിബല. അപ്പോൾ ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാനടക്കം നമ്മുടെ തപസ്സുകൊണ്ടും ആത്മീയ മാർഗത്തിലും പണ്ട് ഒരു പ്രത്യേക യോഗ ശീലിച്ചാൽ നമുക്ക് വിശക്കില്ല എന്നാണ്. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല. ശരിയാണ്, പ്രകൃതി ചികിത്സക്കാർ പറഞ്ഞത് ഭക്ഷണത്തിൽ നിന്നേ അല്ല അത്ര എനർജി ഉണ്ടാവണം, മനസ്സുകൊണ്ടാണെന്ന്. ഒരു പരിധി വരെ ശരിയാണ്. കാരണം നല്ലോണം ഭക്ഷണവും പായസവും ഒക്കെ കഴിച്ചു നോക്കൂ, നമുക്കൊരു ഭാഗത്ത് കിടക്കാനേ പറ്റൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഭക്ഷണം എനർജി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കഴിക്കുന്തോറും ഗുണം ഉണ്ടാവണ്ടേ. അപ്പോൾ അതല്ല മുഴുവൻ എനർജിയുടെ സോഴ്സ്. അപ്പോൾ ബല അതിബല കുറച്ച് ശാസ്ത്രീയമൊക്കെ അതിനകത്തുണ്ട്. ആ മന്ത്രം അങ്ങനെ പഠിച്ചു. അതൊക്കെ തന്നെ പഠിച്ചു ഒരു രാത്രി അവിടെ കിടന്ന് കഴിച്ചു കൂട്ടി. പ്രഭാതമായിട്ടാണ് ഇനി മറ്റു കാര്യങ്ങൾ, താടകാവധം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാമ ഒരുപാട് കഥകൾ ഈ സമയത്ത് പറഞ്ഞു കൊടുത്തു വിശ്വാമിത്രൻ. ആത്മീയരാമായണത്തിൽ ആ കഥകളൊക്കെ കുറേ സർഗങ്ങളായിട്ട് പറയുന്നുണ്ട്. പല കഥകളെ കുട്ടികൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള കഥകളെ പോലുള്ളതൊക്കെ. കുശാമ്പൻ്റെ പുത്രിമാരായിട്ട് 100 ആൾക്കാരുണ്ടായിരുന്നു ഒരു കഥ. ഈ 100 പെൺകുട്ടികൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സുന്ദരികളാണ്.
വായുദേവനൊരു മോഹം. ദേവന്മാർക്കുണ്ടാവും ഇങ്ങനത്തെ മോഹങ്ങളൊക്കെ. നിങ്ങളൊക്കെ എൻ്റെ പത്നിമാരായി തീരുമോ? വായു ചോദിക്കുകയാണ്. വായു പല പുത്രന്മാരിലെ ഹനുമാൻ വായുവിൻ്റെ പുത്രനാണ്. അപ്പോൾ ഈ സ്ത്രീ കുട്ടിയോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതല്ലാണ്ട് ഞങ്ങൾ കേൾക്കില്ല. വായുവല്ല, അതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഈശ്വരൻ അച്ഛനാണ്. വായുവിന് ദേഷ്യം വന്നു. അധികപ്രസംഗികൾ എന്നെ ധിക്കരിച്ചിട്ട് അച്ഛൻ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്ന് പറയേ. ഒക്കെ വിരൂപകളാവട്ടെ. ഒറ്റ ശാപം. കന്യാകുബ്ജീകരണം എന്ന് പറഞ്ഞിട്ടൊരു കഥ വാൽമീകി കുറേ സർഗ്ഗങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടികളൊക്കെ സുന്ദരികളെ ഇരുന്ന് അവരൊക്കെയാണ് കൂന്നു. സൗന്ദര്യം നഷ്ടപ്പെട്ട ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോട് കൂടിയിട്ട് അച്ഛൻ്റെ അവിടേക്ക് കാട്ടിലേക്ക് നടക്കാൻ പോയതാ. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇതൊക്കെയാണ് രൂപം. എന്തേ കുട്ടികളെ നിങ്ങൾക്ക് പറ്റിയത്? അയ്യോ, ഇതെന്താണ്? ആരാണ് ചെയ്തത്? എന്തേ ഉണ്ടായി? വേഗം പറയും. അച്ഛൻ ആകാംക്ഷയോട് കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടല്ല. നിങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എൻ്റെ കുട്ടികളല്ലേ, നിങ്ങൾ ഉണ്ടായത് പറയൂ. അപ്പോൾ പറഞ്ഞു, വായുദേവനാണ് ഞങ്ങളെ ഇപ്രകാരമാക്കിയത്. ഞങ്ങളെ ഭാര്യമാരായിട്ട് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് ചോദിക്കാതെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ആ ദേവൻ ഞങ്ങളെ വിരൂപകളാക്കി എന്ന് പറയാണ്. അയ്യോ, എന്താണ് വായുദേവൻ എങ്ങനെ ചെയ്യാനുള്ള കാരണം? അച്ഛൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. അച്ഛനെ ധിക്കരിച്ച് തോന്നിയത് കാട്ടലല്ലോ ധർമ്മം. അച്ഛൻ പറഞ്ഞതനുസരിക്കണതാ നിങ്ങൾക്ക് നല്ലത് വരും. ലേശം കാക്കൻ. താൽക്കാലികമായി വന്ന ഈ ദുർഘടഘട്ടം തീർച്ചയായിട്ടും തീരും. രാമായണം തന്നെ അങ്ങനെയാണ്. എല്ലാം താൽക്കാലിക. ജീവിതത്തിൽ സുഖമായിട്ടും മുഴുവൻ ദുഃഖമായിട്ടും മുഴുവൻ ആർക്കും ഉണ്ടാവില്ല. ഒരു ഘട്ടം വന്നാൽ നമ്മൾ കുറച്ച് ക്ഷമിക്കണം. അടുത്ത നല്ല കാലം നമ്മളെ കാത്തിരിക്കുന്നു. ഒരു സംശയം ഈ കാര്യത്തിൽ വേണ്ട. നല്ല കാലം വന്നാൽ സന്തോഷിക്കേണ്ട, അടുത്ത കഷ്ടകാലം നമ്മളെ കാത്തിരിക്കണു. ഇതിങ്ങനെ മാറിയിട്ട് തന്നെ ജീവിതം ഉണ്ടാവുക. അങ്ങനെ കഴിഞ്ഞു. ചൂലി എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി, ആ മഹർഷിയുടെ പുത്രൻ ഈ കുട്ടികളെ വിവാഹം കഴിച്ചു. അവരുടെ ആ വൈരൂപ്യമൊക്കെയാണ് പോവുകയും ചെയ്തു. നല്ലൊരാൾ വിവാഹം കഴിച്ചാൽ വൈരൂപ്യം പോകുന്ന ശാപമോക്ഷം കിട്ടിയിരുന്നു. ഇതൊരു കഥ കേട്ടോ. ഇങ്ങനെ അനവധി കഥകൾ. അപ്പോൾ ഈ കഥ ഇവിടെ ആധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടില്ല. വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാമിത്രൻ്റെ കഥയൊക്കെ ജനകൻ്റെ അവിടെ പോയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ. ഗംഗയെ ആനയിച്ച കഥ ഇല്ലേ? ആ ജന്നു മഹർഷിയുടെ ചെവി കൂടെയാണ് പുറത്തേക്ക് വന്നത്. ഗംഗ ആവഹിച്ചതായിട്ട് സമയത്ത് ഏതിയെ ഒഴുകും, എൻ്റെ ഭാരം താങ്ങാൻ ആരാ ഉണ്ടാവുക? ഭഗീരഥൻ. അത് പല ആൾക്കാരോട് അംശുമാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. ഭഗീരഥൻ, ദിലീപൻ ഇവരൊക്കെ ശ്രമിച്ചു, കഴിഞ്ഞില്ല. 60,000 ആൾക്കാർ വേദി കിട്ടാതെ മരിച്ചുപോയി കപിലവാസുദേവനെ ധിക്കരിച്ചത് കാരണം എന്നൊക്കെയുള്ള കഥ പറയുന്നുണ്ട്. സഗരവംശത്തിനെ വർണ്ണിക്കുമ്പോഴാണ് അത് പറയുക. അവസാനം എന്താണ് ഈ 60,000 പുത്രന്മാർക്ക് ഗതിയില്ലാണ്ടാവാൻ കാരണം? കപിലവാസുദേവനാണ് അച്ഛൻ്റെ കുതിരയെ കട്ടത് എന്ന് വെറുതെ പറഞ്ഞു അവർ. വെറുതെയൊക്കെ ഭഗവാനെ പറയാൻ പാടൂ, കള്ളന്ന്. അപ്പോൾ അവർക്കൊക്കെ മരണശേഷം ഗതിയില്ലാണ്ടായി. ഗതിയില്ലാണ്ട് അലഞ്ഞു. അവസാനം എന്താണ് മാർഗം? ഗംഗയിൽ അല്ലെങ്കിൽ നല്ല ശുദ്ധജലത്തിൽ, നദിയിൽ ഇവരുടെ ഭസ്മം നിമജ്ജനം ചെയ്യണം എന്ന് അംശുമാൻ, ദിലീപൻ ഇവരോടൊക്കെ പറഞ്ഞു. വെള്ളം ആ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല അത്രയന്ന്. ഭഗീരഥൻ അതിന് പരിശ്രമിച്ചു. ഗംഗയെ ആനയിച്ചാൽ ഇതിന് പരിഹാരമാവും. ഗംഗയുണ്ടോ? വരുന്നു. എൻ്റെ പതനവേഗം ആരാണ് താങ്ങുക എന്ന് ഗംഗ ചോദിച്ചു. അപ്പം ബ്രഹ്മാവിനോട് പോയിട്ട് ചോദിച്ചു, ഇങ്ങനെയാണ് ഗംഗ ചോദിക്കണ, ബ്രഹ്മദേവ ഞാൻ എന്താ ചെയ്യുക? ഗംഗ ഒഴികാണ്ട് എൻ്റെ ഇത്രയും പൂർവികന്മാർക്ക് ഗതിയില്ല. അങ്ങൊരു കാര്യം, ശിവനെ തപസ് ചെയ്യൂന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ശിവനെയാണ് തപസ് ചെയ്തു ഗംഗയെ കഴിഞ്ഞിട്ടേ. ശിവൻ പ്രത്യക്ഷമായിട്ട് എന്താ ഭഗീരഥ, അല്ല എനിക്കിങ്ങനെ ഈ പതനവേഗം അങ്ങൊന്ന് താങ്ങണം. ആയിക്കോട്ടെ, അതിനെന്താ? ലോകത്തിന് ഉപകാരം ചെയ്യാൻ ഭഗവാന് വലിയ ഇഷ്ടമായി. പരമേശ്വരനെ പോലെ എത്ര ഇഷ്ടം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഓരോന്ന് നോക്കിയാലും അങ്ങനെ തോന്നുക. തലയിൽ ഈ ഗംഗ പതിച്ചതായിട്ട സമയത്ത് ഗംഗയ്ക്ക് അവിടെ ദേഷ്യം വന്നു ദേവിക്ക്. ഈ ശിവനെ ഞാൻ ഈ ഗംഗയെ പാതാളത്തിലേക്ക് അയക്കും, ഇതൊക്കെ ഗംഗ ഒഴുകുകയാണെങ്കിൽ എന്നും പറഞ്ഞു. അങ്ങനെ ഗംഗ ഒഴുകാൻ തുടങ്ങിയപ്പോൾ പാതാളത്തിലേക്ക് അയക്കുന്നുണ്ട് ഭഗവാൻ. എന്നാൽ ഞാൻ ഇതിനെ തടയാൻ, അന്ന് അങ്ങനെ എന്നെ പാതാളത്തിലേക്ക് അയക്കാമെന്ന് കാണണമല്ലോ. ഗംഗയിലേക്ക് തള്ളിയിട്ടിട്ട് പാതാളത്തിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. പാർവതിയോ ഗംഗ ആരാ പറഞ്ഞു? ഒരാൾ പറഞ്ഞു. ശിവനെ പാതാളത്തിലേക്ക് അയക്കാൻ മാത്രം നീ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗയെ തടഞ്ഞു ഭഗവാൻ അവിടെ. നീ എങ്ങനെ നീ എന്നെ ഒഴുക്കിൽ അയക്കുക? തള്ളിയിട്ടിട്ട്. തടഞ്ഞതായിട്ട സമയത്ത് ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്തു. അപ്പോൾ ഒഴുകണ സമയത്ത് പറഞ്ഞു, വീണ്ടും ഒഴുക്കി. അങ്ങനെ ഈ ജന്നുമായിട്ട് തപസ് ചെയ്യുന്നിടത്ത് കൂടെ നദി ഒഴുകിയപ്പോൾ അദ്ദേഹം ഒഴുകാൻ പോയപ്പോൾ ദേഷ്യം വന്നു. എൻ്റെ തപസ്സുകളൊക്കെ ഇതേ ഒഴുകാൻ ഗംഗ ആയോ?
അതിനെ അങ്ങോട്ട് തടഞ്ഞു. ഗംഗ മുഴുവനാണ്ട് കുടിച്ചു തീർത്തിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല, അകത്തൊക്കെ ആക്കി. അപ്പോൾ ജന്നു മഹർഷിയുടെ കാല് പിടിച്ച ദിവസം ഇത് ഭഗീരഥൻ എത്രയാ പ്രയത്നം നോക്കൂ. എന്താ വേണ്ട ഭഗീരഥ, അങ്ങ് ഇങ്ങനെ ഇതിനെ തടഞ്ഞു വെച്ചാൽ പറ്റില്ല, ഇത് ലോകത്ത് കൂടെ ഒഴുകാൻ തപസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടു തരാമെന്ന് ചെവി കൂടെ വന്നുകൊണ്ടാണ് ജാഹ്നവി എന്ന ഗംഗയ്ക്ക് പേരായത്. രാമ, ആ ഗംഗയാണ് കേട്ടോ നമ്മൾ കളകള ശബ്ദത്തോടു കൂടി കാണുന്നത്. യമുന ഗംഗയോടുകൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളാണതൊക്കെ. അതിങ്ങനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് നേരം പ്രഭാതമായത് നേരം പോണതും രാമനെ അറിഞ്ഞതേയില്ല. വിശ്വാമിത്രൻ്റെ മനോഹരമായ ഇത്തരം കുറേ കഥാഖ്യാനങ്ങൾ, വാമനാവതാരവും സിദ്ധാശ്രമം പാലാഴിമതം, ഇങ്ങനെ കുറേ കഥ അവിടെ വരുന്നുണ്ട്. ത്രിശങ്കുവിൻ്റെ കഥ ഒക്കെ രസമായിട്ട് കേട്ടു രാമലക്ഷ്മണന്മാരുമായി. മഹർഷേ, അങ്ങയുടെ കഥാഖ്യാനം കൊണ്ട് നേരം പോകുന്നതേ അറിയണില്ല. അപ്പണ തത്ര കാമാശ്രമേ രമ്യേ കാനനേ മുനിതങ്കുലേ ഉഷിത്താരജനീമേഘാം പ്രഭാതേ പ്രാർത്ഥിദാശനൈ. പ്രഭാതായ പ്രണകൗസല്യാ സുപ്രജാരാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർത്തൂല ത്രൈലോക്യം ദൈവമാന്യകം കർത്തവ്യം ദൈവമാന്യകം. പ്രഭാതകർമ്മങ്ങൾ ചെയ്യൂ രാമ, എഴുന്നേൽക്കൂ, നേരം പ്രഭാതമായി. വാൽമീരാമായണത്തിൽ ആ വരി ഇങ്ങോട്ട് പ്രഭാതത്തിലേക്ക് എടുത്താൽ സുപ്രഭാതത്തിലത്തെ വരി അല്ല കേട്ടോ അത്. വാൽമീരാമായണത്തിൽ പറയണ വരി ആണ് ഈ കൗസല്യ സുപ്രജ രാമ. കൗസല്യയുടെ സുപ്രജയായിട്ടുള്ള രാമ പ്രഭാതമായി പ്രഭാതകർമ്മങ്ങൾ ചെയ്താൽ ആന്യകം പ്രഭാതകർമ്മങ്ങൾ ചെയ്താലും എന്ന് പറഞ്ഞ് താടകാവധം ചെയ്യണം. കാമാശ്രമത്തിൽ വസിക്കുന്നതായിട്ടുള്ള താടകയുടെ ചരിത്രം, താടകയെ എങ്ങനെ വധിക്കുക, ആ താടകാവധം, ബാഹു, മാരീചൻ എന്നിവരുടെ നിഗ്രഹം, അവരുടെ ഉപദ്രവമില്ലാണ്ടേക്കലാണ് തുടർന്നുള്ള ഭാഗത്തിൽ പറയണത്. പൂർവൻ രാമതപോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം പാലീ നിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.